ലണ്ടനിൽ 87-കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിക്ക് മാനസിക ചികിത്സയ്ക്ക് ഉത്തരവ് നൽകി കോടതി. ഈസ്റ്റ് ലണ്ടനിലെ ഹാരോൾഡ് വുഡ് സ്റ്റേഷന് സമീപം 87 വയസ്സുള്ള ബെർണാഡ് ഫൗളർ എന്ന പെൻഷൻകാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ 23-കാരൻ സെഗാനി മൈൽസിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 27-ന് പുലർച്ചെ നടന്ന ഈ ഞെട്ടിക്കുന്ന ആക്രമണത്തിൽ വൃദ്ധന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത ശേഷം അവർ ഉപയോഗിച്ചിരുന്ന വടി ഉപയോഗിച്ച് തലയ്ക്ക് 19 തവണ അടിക്കുകയും 8 തവണ ചവിട്ടുകയും ചെയ്താണ് മൈൽസ് കൊല നടത്തിയത്. റിട്ടയർഡ് മെക്കാനിക്കായ ഫൗളർ തന്റെ സമൂഹത്തിനായി സൗജന്യ പത്രങ്ങൾ ശേഖരിക്കാൻ സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടെയാണ് ഈ ദാരുണ സംഭവത്തിന് ഇരയായത്. ഓൾഡ് ബെയ്ലി കോടതിയിൽ നടന്ന വിചാരണയിൽ ഈ ക്രൂരതയുടെ പൂർണ്ണ വിവരങ്ങൾ വെളിപ്പെട്ടു. ലിവർപൂൾ സ്ട്രീറ്റിൽ നിന്ന് ഹാരോൾഡ് വുഡ് സ്റ്റേഷനിലേക്ക് എത്തിയ മൈൽസ് അവിടെ ജീവനക്കാരോട് എന്നെ തൊട്ടാൽ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. ടാക്സി ബുക്ക് ചെയ്തെങ്കിലും അത് ലഭിക്കാതെ വന്നപ്പോൾ സ്റ്റേഷനിലേക്ക് നടന്നു വന്ന ഫൗളറിനെ കണ്ടതോടെ പ്രതിയുടെ ക്രോധം അവർക്ക് നേരെ തിരിഞ്ഞു. ആക്രമണത്തിനിടെ വൃദ്ധന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത മൈൽസ് പിന്നീട് വടികൊണ്ട് അവരെ നിരന്തരം മർദ്ദിക്കുകയായിരുന്നു. നിലത്ത് വീണ നിസ്സഹായനായ ഫൗളറിനെ കൂടുതൽ ക്രൂരമായി ആക്രമിച്ച ശേഷം മൈൽസ് രക്തം പുരണ്ട വടിയുമായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പരിശോധനയിൽ മൈൽസിന് പാരനോയ്ഡ് ഷിസോഫീനിയ ബാധിച്ചതായി കണ്ടെത്തി. മാനസിക രോഗത്തിനുള്ള മരുന്നുകൾ പ്രതി ഉപയോഗിക്കുന്നത് നിർത്തിയിരുന്നു. ദൈവം എന്നെ രക്ഷിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു ഇയാളുടെ മനസ്സ്. കോടതി വിധിയിൽ പ്രതിയെ ബ്ലോഡ്മൂർ സെക്യൂർ സൈക്കാട്രിസ്റ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി അയക്കാൻ ഉത്തരവിട്ടു. വർഷങ്ങളോളം ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നും ആരോഗ്യം മെച്ചപ്പെട്ടാലേ സമൂഹത്തിലേക്ക് മടങ്ങാൻ കഴിയൂ എന്നും കോടതി മൈൽസിനോട് വ്യക്തമാക്കി. ഈ ദാരുണ സംഭവം ലണ്ടൻ നഗരത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്.